സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ കണ്ട തിരുവനന്തപുരംകാരാണ് എന്നിട്ട് അന്ന് കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഓട്ടം പോയവർ റോഡ് പണി കാരണം വണ്ടിയൊക്കെ വേറെ വഴി കൂടെ തിരിച്ചു വിടണമായിരുന്നു. അങ്ങനെ വഴി തെറ്റി ഞാൻ കുത്തനുള്ള ഒരു കയറ്റത്തിൽ കൂടെ ലോഡും പുറത്ത് ഞാൻ വണ്ടി അങ്ങോട്ട് കയറ്റി. പാതി വെച്ച് വണ്ടി അങ്ങോട്ട് നിന്ന് പോയി. വണ്ടിയാണെങ്കിൽ ഫ്രണ്ടോട്ടും കയറണില്ല, ബാക്കോട്ട് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി ഒട്ടും മറിയുകയും ചെയ്യും. എന്റെ ഈ ഒരു വണ്ടി കാരണം ആകെ ബ്ലോക്ക് ആയിട്ടാ. കുത്തനുള്ള കയറ്റത്തില്ല കാരണം വണ്ടി ഇതൊക്കെ എല്ലാം മീൻവെള്ളം പോണായിരുന്നു. ഞാൻ ആകെ പേടിച്ച് നിൽക്കുന്ന ടൈമായിരുന്നത്. ഞാൻ ഈ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, ആകെ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വെഞ്ഞാറമൂടുള്ള ചേട്ടന്മാരും നാട്ടുകാരൊക്കെ എന്നെ ഞെട്ടിച്ചളഞ്ഞു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അവിടുത്തെ നാട്ടുകാരും വണ്ടിക്കാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ട് ആ കയറ്റത്തിൽ വെച്ച് കുറെ ട്രൈ ചെയ്ത് വണ്ടി കയറ്റാനായിട്ട്. ആ ടൈമിൽ വണ്ടിയുടെ ക്ലച്ച് ഡിസ്കും കരിഞ്ഞു. ആകെ പണി പാളിയ അവസ്ഥയായിരുന്നു. കുട്ടി വലിക്കാൻ വേറെ വണ്ടി വിളിച്ചു തന്നതും വർക്ക്ഷോപ്പിൽ എത്തിച്ചതും അവിടുത്തെ ആൾക്കാരുടെ ഹെൽപ്പ് കൊണ്ട് തന്നെയാണ്. വർക്ക്ഷോപ്പിൽ എത്തിച്ചപ്പോഴേക്കും പതിയെ ആൾക്കാരെല്ലാം പോകാൻ തുടങ്ങിയിട്ട്. അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, മാർക്കറ്റിലോട്ട് എങ്ങനെ വണ്ടി കൊണ്ടുപോകും എന്ന് വിചാരിച്ചിരുന്ന ടൈമിലാണ് ദൈവദൂതനെ പോലെ നമുക്ക് അവിടുന്ന് ഒരു കൂട്ടുകാരനാണ് കിട്ടിയത്. ബാക്കി എല്ലാവരും പോയ ടൈമിലും തുടക്കം തൊട്ട് അവസാനം വരെ എന്തിനും ഏതിനും കട്ടക്ക് എന്നെ ഈ കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നിട്ടാ. പുള്ളിക്കാരൻ തന്റെ സ്വന്തം കൂട്ടുകാരനെ പോലെ തന്നെ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് എല്ലാം പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ്. എന്നെ പിക്ക് ചെയ്യാൻ വരലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കലും പുള്ളിക്കാരന്റെ കൂട്ടുകാരന്മാരെല്ലാം പരിചയപ്പെടുത്തലൊക്കെ ആയിരുന്നു. നമ്മുടെ ഈ കൂട്ടുകാരൻ ചെറിയൊരു വിന്റേജ് കാർ ഭ്രാന്തനാണ്ടാ. പുള്ളിയുടെ കാറാണ് ഈ കിടക്കണ 800. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടോ. അപ്പൊ എന്റെ വണ്ടറ പരിപാടി എല്ലാം കഴിഞ്ഞ് അപ്പൊ എന്നെ ആക്കിയിട്ട് പുള്ളിക്കാരനും പോവുകയാണ്. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ അത്രയുമുള്ളൂ തിരുവനന്തപുരം വിശേഷങ്ങൾ.